നമസ്കാരം. മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2017 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലമാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോതി നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലത്തെ ആദ്യം പറയുന്നു. ചോതി നക്ഷത്രക്കാർ പൊതുവെ വിനയമുള്ളവരായിരിക്കും. വസ്ത്രം, ആഭരണം തുടങ്ങിയ ആഡംബര കാര്യങ്ങളിൽ അധികം താല്പര്യം കാണിക്കില്ല. സ്വപ്രയത്നം കൊണ്ട് പുരോഗതി നേടാൻ ഇഷ്ടപ്പെടുന്ന ഈ നക്ഷത്രക്കാർ ആത്മനിയന്ത്രണത്തോടെ പെരുമാറുന്നവരാണ്. സംഭാഷണ പ്രിയരായിരിക്കും. ബന്ധുക്കൾക്കിടയിൽ ഇവരെക്കുറിച്ച് നല്ല അഭിപ്രായമായിരിക്കില്ല. എന്നാൽ ഈ നാളിൽ ജനിച്ച സ്ത്രീകൾ ബന്ധുക്കൾക്ക് പ്രിയങ്കരികളുമായിരിക്കും. ഏത് സാഹചര്യത്തിലും ധർമ്മം വിട്ട് പ്രവർത്തിക്കില്ല. ചോതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരില്ല. ഇനി ഈ വർഷത്തെ നക്ഷത്രഫലത്തെ പറയുന്നു. ചോതി നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണദോഷ മിശ്രഫലമാണ് കാണുന്നത്. രക്ഷിതാക്കൾക്ക് സുഖവും സംതൃപ്തിയും നൽകുന്നതിനായി ശ്രമിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. സദ്യകളോ വിരുന്നുകളോ നടത്താൻ അവസരമുണ്ടാകും. വിവാഹാലോചനകൾ നീണ്ടുപോകാനിടയുണ്ട്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധ്യമാകും. നഷ്ടപ്പെട്ടെന്ന് കരുതിയ പണമോ വസ്തുക്കളോ തിരിച്ചു കിട്ടും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതിയുണ്ടാകും. സത്കർമ്മങ്ങൾക്കായി കൂടുതൽ പണം ചെലവഴിക്കും. റിസർച്ച് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. പുതുതായി ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും. വാഹനങ്ങളിൽ നിന്ന് വരുമാനം വർദ്ധിക്കും. വിചാരിക്കാത്ത സന്ദർഭത്തിൽ ധനലാഭമുണ്ടാകും. വാക്കുകളും ശുപാർശകളും മാനിക്കപ്പെടും. ഭൂമി ക്രയവിക്രയം ചെയ്യണമെന്നുള്ളവർക്ക് അതിനവസരമുണ്ടാകും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും. വിദ്യാഭ്യാസപരമായി ഉയർച്ചയുണ്ടാകും. കലാപരമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. ഭാര്യയുടെ ശ്രേയസ് വർദ്ധിക്കുകയും അവരുടെ പേരിൽ ഭൂമി വാങ്ങിക്കുകയും ചെയ്യും. ജോലിയിൽ സ്ഥിരത ലഭിക്കും. ഡോക്ടർമാർ, വക്കീലന്മാർ എന്നിവർക്ക് അനുകൂല സമയമാണ്. പല കാര്യങ്ങളിലും ത്യാഗബുദ്ധി പ്രദർശിപ്പിക്കും. അന്ധമായ ആത്മവിശ്വാസവും അമിതവിശ്വാസവും അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും. അശ്രാന്ത പരിശ്രമത്താൽ തൊഴിൽ മേഖലകളിലുള്ള അരിഷ്ടാവസ്ഥകളും അനിശ്ചിതാവസ്ഥകളും അതിജീവിച്ച് വർഷാന്ത്യത്തിൽ വിജയമുണ്ടാകും. വിദേശത്ത് സ്ഥിരതാമസമാക്കാനുള്ള അനുമതി ലഭിക്കും. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന അപേക്ഷകൾക്ക് അനുകൂല പ്രതികരണമുണ്ടാകും. കൂട്ടുകച്ചവടത്തിൽ പങ്കാളി നിമിത്തം സാമ്പത്തിക നഷ്ടം അനുഭവപ്പെടും. പൊതുകാര്യങ്ങളിൽ അമിതമായി പ്രവർത്തിക്കുന്നതിനാൽ കുടുംബാംഗങ്ങളിൽ നിന്നും ശകാരം കേൾക്കാനിടവരും. അധികൃതരുടെ പ്രീതി നിമിത്തം സ്ഥാനക്കയറ്റമുണ്ടാകും. ഈശ്വര പ്രാർത്ഥനകളാൽ പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്യാനുള്ള മനസാന്നിധ്യമുണ്ടാകും. സമാന ചിന്താഗതിയുള്ളവരുമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടാൻ അവസരമുണ്ടാകും. സ്ത്രീകൾക്ക് ഗർഭമലസുവാനിടയുള്ളതിനാൽ യാത്രകളും സാഹസ പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കുക. ആലോചനക്കുറവ് കൊണ്ട് പണനഷ്ടമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും പരീക്ഷയിൽ പ്രതീക്ഷിച്ചതുപോലെ അവതരിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഒരു പരിധിയിലധികം പണം മുടക്കിയുള്ള പ്രവർത്തന മേഖലകളിൽ ഏർപ്പെടുന്നത് ഒരു വർഷത്തേക്ക് മാറ്റിവെക്കുകയാവും നല്ലത്. ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും പണം ചെലവാക്കും. അവസരങ്ങൾ വേണ്ട വിധത്തിൽ വിനിയോഗിച്ചാൽ അർഹമായ അംഗീകാരമുണ്ടാകും. ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും അശ്രദ്ധ കൊണ്ട് വാഹനാപകടം, വീഴ്ച തുടങ്ങിയവയ്ക്കും അസ്ഥി നാഡീക്ഷതങ്ങൾക്കും സാധ്യതയുണ്ട്. പുതിയ വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്നും സ്വജനങ്ങളിൽ നിന്നും വിപരീത പ്രതികരണങ്ങൾ വന്നു ചേരുന്നതിനാൽ മനോവിഷമം ഉണ്ടാകും. ആഗ്രഹിച്ചതുപോലെ സന്താനഭാഗ്യമുണ്ടാകും. സുഹൃത്ത് സഹായത്താൽ അതിർത്തി തർക്കം പരിഹരിക്കുവാൻ സാധിക്കും. കഴിവുകൾക്കും പ്രയത്നങ്ങൾക്കും അംഗീകാരവും ഫലവും ഉണ്ടാകും. ചോതി നക്ഷത്രത്തിന് രോഹിണി വേദമാണ്. കാർത്തിക, രോഹിണി, മകയിരം ദിവസങ്ങളിൽ ശുഭകാര്യങ്ങൾ ചെയ്യരുത്. വായുവാണ് ചോതി നക്ഷത്രത്തിൻ്റെ ദേവത. ഭൂതം അഗ്നിയാകുന്നു. വൃക്ഷം നീർമരുത്. പക്ഷി കാക്കയും മൃഗം പോത്തുമാണ്. ഇതിൻ പ്രകാരം ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർ അതാത് ദേവതയെയും ഭൂതത്തെയും എല്ലാ ദിവസവും പൂജിക്കുകയും പക്ഷിയെയും മൃഗത്തെയും ഉപദ്രവിക്കാതെ രക്ഷിക്കുകയും വൃക്ഷത്തെ മുറിക്കാതെയും നശിപ്പിക്കാതെയും സംരക്ഷിക്കുകയും ചെയ്താൽ ആയുസ്സും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ്.